പൂർണ്ണമായിട്ടും ജയപ്രതീക്ഷ തന്നെയാണ്. ഇന്നലത്തെ പോളിംഗ് കൂടി കഴിഞ്ഞപ്പോൾ രാത്രി അവരെല്ലാവരും തന്ന റിപ്പോർട്ട് അനുസരിച്ച് UDFന് നല്ല സാധ്യതകളാണ് ഉള്ളത്. പാലക്കാട് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും രാഹുൽ. ഈ 3 മണ്ഡലങ്ങളിലും ശതമാനം കുറഞ്ഞിട്ടുണ്ട്, പോളിംഗ് ശതമാനം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ വോട്ട് ശതമാനം കുറഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഗതി നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഫലം വന്നത്. ഈ 3 നിയോജക മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് UDFന് ഒരാശങ്കയുമില്ല. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം നന്നായിട്ട് ഫീൽഡിലുണ്ടായിരുന്നു. ഫീൽഡിൽ പോയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇലക്ഷൻ പോളിംഗ് കഴിഞ്ഞപ്പോഴും അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് പരമാവധി ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് കുറയുന്നൊരു ട്രെൻഡ് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്തായാലും ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അല്ല, അത് ആ വിവാദങ്ങളാണോ ചർച്ച ചെയ്യേണ്ടത്? പെട്ടി വിവാദം ഉന്നയിച്ച് വരുന്ന പിൻവലി ചോടിയില്ലേ? ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. കേരള രാഷ്ട്രീയം, കോൺഗ്രസ് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവണ്ണം ഇത്രയേറെ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് ആ പാർട്ടിയെ കൊണ്ടുപോകാൻ അവരുടെ 1-2 നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പരസ്യം കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം വായിക്കാൻ അവർക്ക് ആ മേഖലയിൽ കേന്ദ്രീകൃതമായിട്ട് സ്വഭാവമുള്ള 2 പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുക. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്നലെ തന്നെ പിന്നെ അവരുടെ ചർച്ച എന്തായിരുന്നു? പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചത് ആ കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായിരുന്നു. അല്ല, ആ കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടില്ല, പക്ഷേ കുറഞ്ഞു എന്നല്ലായിരുന്നു ചർച്ച. അപ്പോൾ ഇതെല്ലാം ഒറ്റ കേന്ദ്രീകൃതമായിട്ട് ഇത്രയും വർഗീയത ഉണ്ടാക്കിയിട്ട് BJPയെ സഹായിക്കുക. അത് BJP ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. BJP ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവർ ചെയ്യുന്ന ജോലി ഇതാണ്. അവർ വർഗീയത ഉണ്ടാക്കിയിട്ട് വോട്ട് വാങ്ങാൻ ശ്രമിക്കുകയാണ്. CPMന്റെ റോൾ എന്താ ഇങ്ങനെ വരുന്നത്? CPM അങ്ങനെയുള്ള പാർട്ടിയായിരുന്നോ? പാലക്കാട് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഡീലാണ് അവർ നടത്തിയത്? ആ ഡീലിന്റെ ഫലമല്ലായിരുന്നോ ഇതെല്ലാം? ഈ നടപടികളെല്ലാം ആദ്യം മുതൽ അവസാനം വരെ UDFനെ കോർണർ ചെയ്തുകൊണ്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ, ഇത് മാത്രം ഉന്നയിക്കായിരുന്നില്ല അവർ BJP എവിടെ അറ്റാക്ക് ചെയ്തു? പാലക്കാട്. അപ്പൊ BJP ഒരു പ്രശ്നമേ അല്ല. അവർ ജയിച്ചു പോട്ടെ, പിടിച്ചു നിർത്തേണ്ടത് UDFനെയാണ് എന്ന ചിന്താഗതിയിൽ CPM പോവുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ അധപ്പതനത്തിന് തെളിവാണെന്നുള്ളതിന് സംശയമില്ല. അത് തീർച്ചയായിട്ടും വരുംകാല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ചർച്ച ചെയ്യേണ്ട ഒരു വലിയ രാഷ്ട്രീയമായിട്ട് നിൽക്കുന്നുണ്ട്. കത്തിന്റെ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. മുരളീധരനെ ജയിപ്പിക്കുന്നത് അങ്ങനെ ഒരു കത്ത് വ്യാജമാണെന്നുള്ളതും വന്നു. പക്ഷേ ഇതൊക്കെ ഇലക്ഷൻ ശേഷം അതിനെ സംബന്ധിച്ചൊരു ചർച്ച ഇന്റേണലായിട്ട് നടത്തുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കാവുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടി ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അല്ല, ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച ആളുകളിലേക്ക് തന്നെ ഒരു സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ വിലയിരുത്തും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് മുമ്പേ സാമുദായിക നേതാക്കന്മാർ അവർ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ വഹിക്കുന്ന പദവി കോൺഗ്രസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട പദവി. ഞാൻ പറഞ്ഞല്ലോ, സമുദായ നേതാക്കന്മാരോട് സംഘർഷം ഉണ്ടാക്കലല്ല പാർട്ടിയുടെ ജോലി. സമുദായ നേതാക്കന്മാരുമായി എല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകാവുന്ന അത്ര യോജിപ്പിച്ച് മുന്നോട്ട് പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് യോജിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പാർട്ടിയുടെ ജോലി. അദ്ദേഹം നിരന്തരമായി കോൺഗ്രസിനെ ആക്രമിക്കുക. സ്ഥാനാർത്ഥി തോൽക്കുമെന്നുള്ള പ്രചരണം ബൈറ്റുകൾ ഇലക്ഷന് മുമ്പ് വരെ നൽകുകയാണ്. അദ്ദേഹം നേരത്തെ അല്ല, അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞു. 2 ദിവസം, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഫലപ്രഖ്യാപനമാണ്. നമുക്ക് ഫലം അറിയാം, ഫലം വരട്ടെ.